മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. കർത്താവിൻ്റെ അസ്തമിക്കാത്ത സ്നേഹം അനുഭവിച്ചറിയുവാൻ ഒരു പ്രഭാതം കൂടി അവിടുന്ന് നമുക്ക് നൽകിയിരിക്കുകയാണ്. ഈ പ്രഭാതത്തിൽ ദൈവവചനം ധ്യാനിച്ച് ആ വചനം ഉൾക്കൊള്ളുവാൻ ലോകമെമ്പാടുമുള്ള എല്ലാ ഗുഡ്നസ് ടി വി പ്രേക്ഷകരെയും ഏറെ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ വചന ശുശ്രൂഷയുടെ പ്രത്യേക മധ്യസ്ഥയായ പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങേ തൃക്കരങ്ങളിൽ കാത്തു പരിപാലിക്കണമേ. വചനം ശ്രവിക്കുവാനും വചനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും വചനത്തെ അനുഭവിക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. അങ്ങയുടെ തിരുക്കുമാരൻ ഞങ്ങൾക്ക് നൽകിയ ആ കൃപയുടെ ആത്മാവിനെ ഞങ്ങളിൽ വർഷിച്ച് ഞങ്ങളെ ഓരോരുത്തരെയും വഴി നടത്തണമേ. നന്മ നിറഞ്ഞു പറയുമേ, സുസ്ഥീ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിച്ചൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. പ്രത്യേകമായി ലോകമെമ്പാടുമുള്ള എല്ലാ കുടുംബങ്ങളെയും നമുക്ക് ദൈവത്തിരുമുമ്പിലേക്ക് സമർപ്പിക്കാം. സ്വർഗത്തിൻ്റെ ഭൂമിയിലെ പതിപ്പായ കുടുംബങ്ങൾ സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അരൂപിയിൽ ജീവിക്കുവാൻ ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ നമുക്ക് പ്രത്യേകമായിട്ട് തമ്പുരാനോട് പ്രാർത്ഥിക്കാം. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, എങ്കിലും അത് വീണില്ല. എന്തുകൊണ്ടെന്നാൽ അത് പാറമേൽ സ്ഥാപിതമായിരുന്നു. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 25-ാം വാക്യം. നമ്മുടെ വിശ്വാസം പണിതുയർത്തപ്പെടേണ്ടത് എവിടെയാണ് എന്ന്, അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം പണിതുയർത്തപ്പെട്ടിരിക്കുന്നത് എവിടെയാണ് എന്ന് കർത്താവ് നമ്മോട് ചോദിക്കുകയാണ്. നമ്മുടെ വിശ്വാസ ഗോപുരം നമ്മൾ പണിതിരിക്കുന്നത് മണൽത്തിട്ടയിലാണോ അതോ ഉറപ്പുള്ള പാറമേലാണോ എന്നാണ് കർത്താവ് നമ്മോട് ചോദിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലൂടെ അത് കർത്താവിന് നമുക്കതിന് മറുപടി കൊടുക്കേണ്ടതുണ്ട്. പാറ പോലെയുള്ള ഉറച്ച വിശ്വാസ ജീവിതമാണ് നമ്മൾ ഓരോരുത്തരും നയിക്കേണ്ടത്. ആ വിശ്വാസത്തിന്മേലാണ് അല്ലെങ്കിൽ ദൈവത്തോടുള്ള നമ്മുടെ അടുപ്പം നമ്മൾ കാണിക്കേണ്ടത്. ഒരു കാറ്റടിച്ചാൽ തകർന്നു വീഴുന്ന അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ വീണുടയുന്ന ഒരു വിശ്വാസ ജീവിതമായിരിക്കരുത് എന്ന് തമ്പുരാൻ നമ്മോട് വ്യക്തമായിട്ട് പറയുന്നു. പാറ പോലെ ഉറച്ച ഒരു വിശ്വാസ ജീവിതം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ആധുനിക കാലഘട്ടത്തിൽ നമുക്ക് ലോകത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ കർത്താവിന് സാക്ഷ്യം വഹിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. വിശ്വാസത്തോടു കൂടിയുള്ള ജീവിതം, അതുപോലെ തന്നെ ആ വിശ്വാസം ഏറ്റുപറയുവാനുള്ള നമ്മുടെ ധൈര്യം, ഇതൊക്കെ കാലഘട്ടം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നതാണ്. ഇന്ന് വിശ്വാസ ജീവിതം ഏറെ പ്രതിസന്ധികളെ നേരിടുന്നൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമുക്കറിയാം, വിശ്വാസം ഏറ്റുപറയുന്നത് അപകടകരമായൊരവസ്ഥയിലേക്ക് പല വിശ്വാസ സമൂഹങ്ങളും കടന്നു വന്നിരിക്കുന്നത് നമുക്കറിയാം. ഇത്തരമൊരു പ്രതിസന്ധി ഘട്ടത്തിലും കർത്താവിന് സാക്ഷ്യം വഹിക്കണമെങ്കിൽ, ആ വിശ്വാസം ഏറ്റുപറയണമെങ്കിൽ തീർച്ചയായും നമ്മുടെ വിശ്വാസ ഗോപുരം പണിയപ്പെട്ടിരിക്കുന്നത് ഉറപ്പുള്ള പാറമേലായിരിക്കണം. ഉറച്ച അടിസ്ഥാനത്തിന്മേൽ പണിയപ്പെട്ട വിശ്വാസ ജീവിതത്തിന് മാത്രമേ കർത്താവിന് സാക്ഷ്യം വഹിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ.
ഞാൻ വിശ്വാസിയാണെന്ന് പറയുകയും അതേസമയം വിശ്വാസ പരീക്ഷണം ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് പിന്മാറുകയും ചെയ്യുന്ന ഒരു വിശ്വാസ ജീവിതമായിരിക്കരുത്. ഏത് പ്രതിസന്ധിയിലും ഉറച്ചു നിൽക്കുവാൻ, എൻ്റെ നാഥനും രക്ഷകനുമായ യേശുവിനെ ഏറ്റുപറയുവാൻ ഞാൻ ജീവിക്കുന്ന സാഹചര്യത്തിലെങ്കിലും എനിക്ക് സാധിക്കണം. എൻ്റെ കുടുംബജീവിതത്തിലാണെങ്കിൽ ആ കുടുംബജീവിതത്തിലൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, വിശ്വാസം ഏറ്റുപറയുവാൻ, എൻ്റെ ജീവിത സാഹചര്യങ്ങളിലൂടെ കർത്താവിനെ ഏറ്റുപറയുവാൻ എനിക്ക് സാധിക്കണം. അപ്പോൾ നമ്മുടെ സമർപ്പണ ജീവിതമാണ് എങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ സമൂഹ ജീവിതം എവിടെയാണെങ്കിലും തീർച്ചയായും നമ്മുടെ വിശ്വാസം ഏറ്റുപറയത്തക്ക രീതിയിലുള്ള കരുത്തുള്ള, ഉറപ്പുള്ള ഒരു വിശ്വാസത്തിന് അടിത്തറ നമ്മുടെ വിശ്വാസ ജീവിതത്തിന് ഭാഗീകരിക്കണം. ദൈവവിശ്വാസം എന്ന അടിത്തറമേൽ പണിയപ്പെട്ട ഒരു ജീവിതവും പെട്ടെന്ന് തകർന്നു വീഴുകയില്ല. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും അവർക്ക് പിടിച്ചു നിൽക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. വിശ്വാസത്തിന് അടിത്തറയില്ല എങ്കിൽ, അല്ലെങ്കിൽ ധൈര്യത്തോടു കൂടി വിശ്വാസം പ്രഘോഷിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ തീർച്ചയായും നിസ്സാര കാര്യങ്ങൾക്ക് മുമ്പിൽ നമ്മൾ പതറിപ്പോകും. വിശ്വാസത്തെ തള്ളിപ്പറയുവാനായിട്ട് നമ്മൾ നിർബന്ധിതരാകും, അല്ലെങ്കിൽ അതിന് നമ്മൾ തയ്യാറാകും. ഇതുപോലെ ചില ജീവിതങ്ങൾ, ചില സംഭവങ്ങൾ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ഉണ്ടായതായിട്ടും വചനം നമ്മൾ കാണിക്കുന്നുണ്ട്. കർത്താവ് കൂടെ ഉണ്ടായിരുന്നിട്ട് പോലും കടലിൽ കാറ്റടിച്ചപ്പോൾ പെട്ടെന്ന് അവർ തകർന്നു പോയതായിട്ട്, ഭയപ്പെട്ടു പോയതായിട്ട് വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 30-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ നാം കാണുന്നുണ്ട്, എന്നാൽ കാറ്റ് അടിക്കുന്നത് കണ്ട് അവർ ഭയപ്പെട്ടു. കാരണം തങ്ങളുടെ കൂടെ കർത്താവ് അമരത്ത് തലവെച്ച് ഉറങ്ങുന്നുണ്ടായിരുന്നിട്ട് പോലും ഏതു പ്രതിസന്ധിയിലും ഞങ്ങളെ രക്ഷിക്കുവാൻ തമ്പുരാൻ ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ള ആ ബോധ്യം അവർക്കില്ലാതെ പോയി. കാറ്റ് അടിച്ച് തിരമാലകൾ ഉയർന്നപ്പോഴേ അവർ ഭയപ്പെട്ടു പോയി എന്നുള്ളതാണ്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ കൂടെയുള്ള ദൈവത്തെ തിരിച്ചറിയുവാൻ നമുക്ക് കഴിയാത്തതുകൊണ്ട് പലപ്പോഴും ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും തിരമാലകൾ ആഞ്ഞടിക്കുമ്പോൾ നമ്മളും ഭയവിഹുലരായി തീരാറുണ്ട്. ഇവിടെ കാണിക്കുന്ന വിശ്വാസത്തിൻ്റെ കുറവ് തന്നെയാണ്. അതുകൊണ്ടാണ് കർത്താവ് എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയതിന് ശേഷം ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ വിശ്വാസം എവിടെ? എന്തുകൊണ്ട് നിങ്ങൾ ഭയപ്പെട്ടു എന്ന് കർത്താവ് ചോദിക്കുന്നുണ്ട്. അതിനവർക്ക് മറുപടിയില്ലായിരുന്നു. ഇതുപോലെ തന്നെയുള്ള ചോദ്യം കർത്താവ് നമ്മോടും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനു ഭയപ്പെടുന്നു? ഞാൻ കൂടെയില്ലേ? ഈ ഒരു ചോദ്യം കർത്താവ് നമ്മോടും ചോദിക്കുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് അവർ നിശബ്ദരായിരുന്നുവെന്ന് വചനം പറയുന്നു. നമുക്കും അതിന് പലപ്പോഴും മറുപടിയില്ല. എന്തുകൊണ്ട് നിങ്ങൾ ഭയപ്പെടുന്നു? എന്തിനു വേണ്ടി ഭയപ്പെടുന്നു? ഞാൻ കൂടെയില്ലേ? കാറ്റിനെയും കടലിനെയും ശാസിച്ച് ശാന്തനാക്കുവാൻ കഴിവുള്ളവൻ നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളെയും എത്രയധികം വലിയ തിരമാലകൾ നമ്മുടെ ജീവിതത്തിൽ കടിച്ചുയർന്നാലും അതിനെ ശാസിച്ച് ശാന്തമാക്കുവാൻ, പൂർവ്വസ്ഥിതിയിലാക്കുവാൻ കഴിവുള്ളവൻ എന്നും നമ്മോടുകൂടെ ഉണ്ട്. ആ ഒരു ബോധ്യം നമുക്കുണ്ടാവണം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം കൂടുതൽ ദുഷ്കരമായി തീരും. അതുപോലെ തന്നെ ഒരു താബോർ മലയിൽ വെച്ച് കർത്താവ് രൂപാന്തരപ്പെട്ടപ്പോൾ കൂടെയുണ്ടായിരുന്ന ശിഷ്യന്മാർ പകച്ചു പോയതായിട്ട്, ഭയപ്പെട്ടു പോയതായിട്ട് വചനം സാക്ഷിക്കുന്നുണ്ട്. അവൻ്റെ സ്വർഗീയ മഹത്വം ദർശിച്ചപ്പോൾ ശിഷ്യന്മാർക്ക് ഭയപ്പാടുണ്ടായി. ഇതാരാണ്, എന്താണ് സംഭവിക്കുന്നതെന്ന് കർത്താവിനോട് കൂടെ നടന്നിരുന്നവർക്ക് പോലും സംശയമുണ്ടായി. അവർ ഭയപ്പെട്ടതായിട്ട് വചനം പറയുന്നു. ലൂക്കാ 9:33 നാം കാണുന്നുണ്ട്, അവൻ പിരിഞ്ഞു പോരുമ്പോൾ പത്രോസ് യേശുവിനോട് പറഞ്ഞു, ഗുരു, നാം ഇവിടെ ആയിരിക്കും നല്ലതാണ്. ഞങ്ങൾ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം, ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയായ്ക്ക്. താൻ എന്താണ് പറയുന്നതെന്ന് അവന് തന്നെ നിശ്ചയമില്ലായിരുന്നു. ഭയത്തിൽ നിന്ന് വന്ന വാക്കുകളാണിത്. പേടിച്ചു പോയിട്ട് പറഞ്ഞതാണ്, ഗുരുവേ, നമ്മളിവിടെ ആയിരിക്കും നല്ലതാണ്, ഞങ്ങൾക്ക് ഇവിടെ വല്ല കൂടാരം കെട്ടി താമസിക്കാം, 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം. ഇതൊക്കെ ഒന്നിനും ബന്ധമില്ലാത്ത കാര്യങ്ങൾ പത്രോസ് പറയുന്നതായിട്ട് നാം കാണുന്നുണ്ട്. വചനം പറയുന്ന അവൻ എന്താണ് പറയുന്നത് എന്ന് അവന് പോലും നിശ്ചയമില്ലായിരുന്നു. അത്രയ്ക്ക് അവൻ ഭയപ്പെട്ടു പോയി കർത്താവിൻ്റെ സ്വർഗീയ മഹത്വം ദർശിച്ചു കഴിഞ്ഞപ്പോൾ. കർത്താവിനെ മുഖാമുഖം കാണുവാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടും കർത്താവിൻ്റെ സ്വർഗീയ മഹത്വം ആസ്വദിക്കുവാൻ സാധിച്ചിട്ടും അതിൽ വിശ്വാസമില്ലാതെ ആ സമയത്ത് പോലും ഭയപ്പെട്ടു പോകുന്ന ഒരു മാനസികാവസ്ഥ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലപ്പോൾ പല സമയങ്ങളിലും പലതരത്തിലുള്ള പരീക്ഷണങ്ങളുടെയും പ്രയാസങ്ങളുടെയും ഭയപ്പെടുത്തുന്ന ഓർമ്മകളിലൂടെയും ഒക്കെ കർത്താവ് നമ്മോട് സംസാരിക്കുമ്പോൾ അത് നമ്മുടെ മഹത്വീകരണത്തിനായിട്ട്, നമ്മളെ വിശുദ്ധീകരിക്കുന്നതിനാണ്, നമ്മളെ കൂടുതൽ ബോധ്യങ്ങളുടെ അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ ആഴത്തിലേക്ക് നയിക്കുന്നതിനാണ് ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാതെ നമ്മളും പലപ്പോഴും ഭയപ്പെട്ടു പോകാറുണ്ട്. ഭയം നമ്മളെ കൂടുതൽ പിടിച്ച് വിഴുങ്ങാറുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിലാണ് കർത്താവ് നമ്മോട് ചോദിക്കുന്നത്, അല്പവിശ്വാസികൾ, നിങ്ങൾ എന്തിനു ഭയപ്പെടുന്നു? ഞാനില്ലേ നിങ്ങളുടെ കൂടെ? ഈ ഒരു വാഗ്ദാനം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. കർത്താവ് എൻ്റെ കൂടെ ഉണ്ട്.
പീഡാനുഭവത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും ഒക്കെ കഥ ഇതൊക്കെ സംഭവിക്കാൻ പോകുന്നുവെന്ന് പറഞ്ഞപ്പോൾ പത്രോസ് കർത്താവിനെ മാറ്റി നിർത്തി പറയുന്നുണ്ട്, ഇതൊന്നും നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്ന്. അപ്പോൾ കർത്താവ് പത്രോസിനെ ശകാരിച്ച് പിന്നിലേക്ക് മാറ്റി നിർത്തുന്നതായിട്ട് നാം കാണുന്നുണ്ട്. അവിടെയും ഭയമാണ്. സഹനങ്ങളിലൂടെ വിശുദ്ധി പ്രാപിക്കണം, അല്ലെങ്കിൽ ഉന്നതിലേക്ക് ദൈവിക മഹത്വം സ്വന്തമാക്കണമെന്ന് കർത്താവ് അവരെ പഠിപ്പിക്കുമ്പോൾ പത്രോസ് പറയുന്നത്, നിനക്കതൊന്നും സംഭവിക്കാതിരിക്കട്ടെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സംഭവിക്കാതിരിക്കട്ടെ. അവിടെയും നമ്മൾ കാണുന്നത് വിശ്വാസത്തിൻ്റെ കുറവാണ്, അല്ലെങ്കിൽ ഭയത്തിൻ്റെ അരൂപിയാണ്. അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ഗുരു ഞങ്ങളിൽ നിന്ന് വേർപെട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ അവസ്ഥ എന്തായി തീരും, ഞങ്ങൾ ആരെ ആശ്രയിക്കും? ഇതൊക്കെയാണ് പത്രോസിനെ നയിക്കുന്ന ചിന്ത. കർത്താവ് പറയുന്നത്, ലോകാവസാനം ഞാൻ നിങ്ങൾ ഒരിക്കലും അനാഥരായിട്ട് വിടുകയില്ലെന്ന് പറയുന്ന വാഗ്ദാനം തന്നിരിക്കുന്ന കർത്താവിലാണ് ഈ ശിക്ഷഗണങ്ങൾ ഇതുപോലെ അവിശ്വാസങ്ങളൊക്കെ കാണിക്കുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. പലപ്പോഴും സഹനങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുമ്പോൾ, സഹനങ്ങളെപ്പറ്റി പറയുമ്പോൾ നമ്മളതൊന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാറുണ്ട്. എല്ലാം എപ്പോഴും സന്തോഷകരമായിരിക്കണം, എപ്പോഴും സുഖകരമായിരിക്കണം, ഇതൊക്കെയാണ് നമ്മുടെ ചിന്ത. ഇത്തരം ചിന്തകളെ മാറ്റിവെക്കുവാനാണ് കർത്താവ് നമ്മോട് പറയുന്നത്. സഹനങ്ങളിലൂടെ, വേദനകളിലൂടെയൊക്കെ സ്വർഗീയ മഹത്വം അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. നിനക്കിതൊന്നും സംഭവിക്കാതിരിക്കട്ടെ. തൻ്റെ പീഡാനുഭവത്തെപ്പറ്റി കർത്താവ് മുന്നറിയിപ്പ് കൊടുക്കുമ്പോൾ പത്രോസ് പറയുന്നു, നിനക്കിതൊന്നും സംഭവിക്കുക. അപ്പോൾ പത്രോസിനെ മാറ്റി നിർത്തി കർത്താവ് പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 23-ാം വാക്യത്തിൽ യേശു തിരിഞ്ഞ് പത്രോസിനോട് പറഞ്ഞു, സാത്താനെ, നീ എൻ്റെ മുൻപിൽ നിന്ന് പോകുക, നീ എനിക്ക് പ്രതിബന്ധമാണ്, നിൻ്റെ ചിന്ത ദൈവികമല്ല, മാനുഷികമാണ്. കർത്താവിനോട് ചേർന്ന് നടക്കുന്നവർ ദൈവികമായി ചിന്തിക്കേണ്ടവരാണ്. നമ്മുടെ എല്ലാ ചിന്തകളും ദൈവികമായിരിക്കണം. ഈ മാനുഷികമായ ചിന്തകളാണ് പലപ്പോഴും നമ്മളെ അപകടത്തിൽ കൊണ്ടുപോയി ചാടിക്കുന്നത്. മാനുഷികമായ ചിന്തകളാണ് നമ്മളെ പലപ്പോഴും വിശ്വാസ ജീവിതത്തിൽ വളരുവാനായിട്ട് നമുക്ക് സാധിക്കാതെ വരുന്നത്. മാനുഷികമായ ചിന്തകളാണ് നമ്മുടെ വിശ്വാസ ജീവിതം ഉറപ്പുള്ളത് അല്ലാതാക്കി തീർക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നിൻ്റെ ചിന്ത, നിൻ്റെ ആഗ്രഹങ്ങൾ മാനുഷികമാണ്, ദൈവികമല്ല. കർത്താവ് അതിലൂടെ പത്രോസിനോട് പറയുന്നത്, നീ തിരിച്ചു വരിക, നിൻ്റെ ചിന്തകളെ ദൈവിക ചിന്തകളുമായിട്ട് കൂട്ടിച്ചേർക്കുക, മാനുഷിക ചിന്തകളെ വിട്ടകലുക. കർത്താവ് നമ്മോട് ഇന്നും പറയുന്നതാണ്. നമ്മുടെ ഭാവനകളിൽ, നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം, നമ്മുടെ ചിന്തകൾ എപ്പോഴും ദൈവികമായിരിക്കണം. ദൈവത്തിൻ്റെ ചിന്തകളോട്, ആഗ്രഹങ്ങളോട് ചേർന്ന് നിന്നായിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടുകയുള്ളൂ. എങ്കിൽ മാത്രമേ നമ്മുടെ വിശ്വാസ ജീവിതം ആഴമുള്ളതായി, ഉറപ്പുള്ളതായി തീരുകയുള്ളൂ. അല്ലെങ്കിൽ നിസ്സാര കാര്യത്തിന് നമ്മുടെ വിശ്വാസ ജീവിതം ഉപേക്ഷിച്ച് അല്ലെങ്കിൽ നമ്മൾ പുറകോട്ട് പോകുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഒറ്റിക്കൊടുക്കപ്പെടുന്നതിന് മുമ്പ് എന്ന് രാത്രിയിൽ 3 പ്രാവശ്യം നീ എന്നെ ഉപേക്ഷിച്ച് പറയുമെന്ന് പറയുമ്പോഴും പത്രോസ് പറയുന്നുണ്ട്, ആരൊക്കെ നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല. പക്ഷേ ഒരു ചെറിയ പ്രതിസന്ധി വന്നപ്പോൾ, നീയും അവൻ്റെ കൂടെ ഉള്ളവനല്ലേ എന്നൊരു ചോദ്യം ചോദിച്ചപ്പോൾ അതിനു മുമ്പിൽ പത്രോസ് പതറുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഞാൻ ആ മനുഷ്യനെ അറിയുക പോലുമില്ല എന്ന് ഒരു മടിയും കൂടാതെ പത്രോസ് പറഞ്ഞു പോകുന്നതായിട്ട് സുവിശേഷത്തിൽ നാം കാണുന്നുണ്ട്. ഉറപ്പില്ലാത്ത വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണത്. കാരണം പത്രോസിന് മനസ്സിലായി, ഞാൻ ആ മനുഷ്യനെ അറിയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെയും അവർ പിടികൂടുമെന്നുള്ള ഭയം, തൻ്റെ ഭാവിയെ, തൻ്റെ കാര്യം എങ്ങനെയും സുരക്ഷിതമാക്കണമെന്നുള്ള ആഗ്രഹം, അതുകൊണ്ട് പറയുന്നു ഞാൻ അവനെ അറിയുന്നില്ല എന്ന്. കോഴി കൂകിത്തീരുന്നതിന് മുമ്പ് തന്നെ അവൻ 3 പ്രാവശ്യം കർത്താവിനെ തള്ളിപ്പറയുന്നതായിട്ട് കാണുന്നുണ്ട്. ഇത്തരം ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് എന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഏതൊരു പ്രതിസന്ധി ഘട്ടങ്ങളിലും കർത്താവിന് ഏറ്റുപറയുവാനായിട്ട് നമുക്ക് സാധിക്കണം. പത്രോസിന് ഇങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചുവെങ്കിലും യഥാർത്ഥമായി അനുതാപത്തോടു കൂടി കർത്താവിൻ്റെ അടുക്കൽ തിരിച്ചു വരുവാനും സാധിച്ചു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ യഥാർത്ഥമായ അനുതാപത്തോടു കൂടി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് തിരിച്ചു വരുവാൻ, ഏതൊരു സാഹചര്യത്തിലും കർത്താവിന് സാക്ഷ്യം വഹിക്കുവാൻ, അത് അവിടുത്തെ ഏറ്റുപറയുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം. നമ്മുടെ ജീവിതങ്ങൾ കൂടുതൽ ദൈവികമാകുന്നത്, കൃപ നിറഞ്ഞതാകുന്ന ഇത്തരം സാഹചര്യങ്ങളിലാണ്. ഏതൊരു സാഹചര്യത്തിലും കർത്താവിനെ ഏറ്റുപറയത്തക്ക രീതിയിൽ നമ്മുടെ വിശ്വാസ ജീവിതം ഉറപ്പുള്ളതായി തീരുവാനായിട്ട്, ഉറച്ച പാറമേൽ അതിനെ പണിതുയർത്തുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം. അതിന് ദൈവത്തിൻ്റെ പ്രത്യേകമായ കൃപ നമുക്ക് ആവശ്യമാണ്. നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി തൃത്വക ദൈവമേ, ഞങ്ങളങ്ങെ ആരാധിക്കുന്നു. ജീവിതത്തിൽ ഓരോ നിമിഷവും ത്രിത്വത്തിൻ്റെ കൂട്ടായ്മ ഞങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കട്ടെ. ത്രിത്വത്തിൻ്റെ ഐക്യം, ആ സമാധാനം, സന്തോഷവും ആ വിശ്വാസ സ്ഥിരതയും ഞങ്ങളുടെ ജീവിതത്തിലും എന്നും നിലനിൽക്കട്ടെ. ഏതൊരു സാഹചര്യത്തിലും കർത്താവിനെ ഏറ്റുപറയുവാനായിട്ട്, വിശ്വാസം ഏറ്റുപറയുവാനായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് മധ്യസ്ഥം വഹിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും പ്രശ്നങ്ങളും പ്രതിസന്ധികളും അസ്വസ്ഥതകളും ഉണ്ടാകുമ്പോൾ, ഞങ്ങളുടെ വിശ്വാസ ജീവിതം ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ഉറച്ച മനസ്സോടുകൂടി, ഉറച്ച ബോധ്യത്തോടുകൂടി കർത്താവിനെ ഏറ്റുപറയുവാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളിൽ വിശ്വാസ സ്ഥിരത ഉറപ്പിക്കണമേ. ഞങ്ങളുടെ ബോധ്യങ്ങളെ അങ്ങ് ഉറപ്പിക്കണമേ. ഞങ്ങൾ ആരാകുന്നുവെന്നും ഞങ്ങളുടെ വിളി എന്താകുന്നുവെന്നും ഞങ്ങളുടെ ദൗത്യം എന്താകുമെന്നും ഞങ്ങളെ പഠിപ്പിക്കണമേ. പഠിപ്പിച്ച് ഞങ്ങളുടെ ഹൃദയങ്ങൾ ഉറപ്പിക്കണമേ. വിശുദ്ധ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ വഹിച്ച് പ്രാർത്ഥിക്കണമേ. ഏതൊരു പ്രതിസന്ധികളിലും കർത്താവിൻ്റെ വചനം മാത്രം കേൾക്കുകയും അവിടുത്തെ വചനമനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്ത അങ്ങയുടെ ആ വിശ്വാസ തീക്ഷ്ണത, ആ നീതിബോധം, ആ ദൈവകൃപയുള്ള ആശ്രയം ഞങ്ങൾക്കും തരണമേ. വിശ്വാസത്തോടെ അങ്ങേ പിതാവിനെ ഏറ്റുപറയുവാനുള്ള ആ വലിയ കൃപ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ പേരിന് കാരണഭൂതനായ സകല വിശുദ്ധരെ, സ്വർഗീയ വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ. സകല വിശുദ്ധരെ ഞങ്ങളെ വേണ്ടി മധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ. സ്വർഗീയ സൈന്യങ്ങളായ സകല മാലാഖമാരെ, ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളെ വഴി നടത്തുന്നത്, പ്രത്യേകമായിട്ട് ഞങ്ങളുടെ കാവൽ മാലാഖമാരെയും ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യങ്ങളിലും ഞങ്ങളെ വഴി നടത്തണമേ. ഞങ്ങളിലുണ്ടാകുന്ന തെറ്റുകുറ്റങ്ങൾ, അല്ലെങ്കിൽ ഞങ്ങളിലുണ്ടാകുന്ന വീഴ്ചകൾ, ആ തകർച്ചകളിൽ നിന്ന് പെട്ടെന്ന് പിന്തിരിയുവാനായിട്ട് ഉയർത്തെഴുന്നേൽക്കുവാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങൾ ഓരോരുത്തരെയും പ്രത്യേകമായി ഞങ്ങളുടെ വഴികളിലൂടെ, സ്വർഗീയ വഴികളിലൂടെ നടത്തണമേ. പ്രതിസന്ധി നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ, വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ വിശ്വാസ സ്ഥിരതയോടെ ജീവിക്കുവാനുള്ള കൃപ നമുക്ക് നൽകണമേ. നമുക്ക് ഓരോരുത്തർക്കും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതങ്ങളെ കർത്താവിന് പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. തിരുവീഞ്ഞിനെ തൻ രക്തമാക്കുന്ന ആത്മീയ സഹനത്തിൻ രഹസ്യമെന്ത്? മുന്തിരി വീഞ്ഞിനെ തൻ രക്തമാക്കുന്ന ആത്മീയ സഹനത്തിൻ രഹസ്യമെന്ത്? നറും ഗോതമ്പപ്പത്തെ താനാക്കി മാറ്റുന്ന, നറും ഗോതമ്പപ്പത്തെ താനാക്കി മാറ്റുന്ന കുരിശിലെ യാഗത്തിൻ അർത്ഥമെന്ത്? അതു നിനക്കേ അറിയൂ, നിനക്കു മാത്രമേ അറിയൂ. അതു നിനക്കേ അറിയൂ, നിനക്കു മാത്രമേ അറിയൂ. അതിൻ ബലമൊന്നു മാത്രമേ ജീവിതം, അതിൻ ബലമൊന്നു മാത്രമേ ജീവിതം. മുന്തിരി വീഞ്ഞിനെ തൻ രക്തമാക്കുന്ന ആത്മീയ സഹനത്തിൻ രഹസ്യമേ
രഹസ്യമെന്ത്? ഒരുപാടത്ഭുതങ്ങൾ നീ ചെയ്തു, അടയാളങ്ങളാൽ കൺ തുറന്നു. ഒരുപാടത്ഭുതങ്ങൾ നീ ചെയ്തു, അടയാളങ്ങളാൽ കൺ തുറന്നു. അതിലും മഹോന്നതം സുന്ദരം സൗഭാഗ്യം, അതിലും മഹോന്നതം സുന്ദരം സൗഭാഗ്യം, അവിടുത്തെ നിശബ്ദമാം സ്നേഹമല്ലോ. എളിമതൻ അതിസൗമ്യഭാവമല്ലോ. മുന്തിരി വീഞ്ഞിനെ തൻ രക്തമാക്കുന്ന ആത്മീയ സഹനത്തിൻ രഹസ്യമെന്ത്? രഹസ്യമെന്ത്? കാനായിലെ വെള്ളം വീഞ്ഞായി, കടലിനു മീതെയും നീ നടന്നോ. കാനായിലെ വെള്ളം വീഞ്ഞായി, കടലിനു മീതെയും നീ നടന്നോ. പ്രകൃതി പദാർത്ഥമെല്ലാം നിൻഹിതം പോൽ മാറി, പ്രകൃതി പദാർത്ഥമെല്ലാം നിൻഹിതം പോൽ മാറി. അവിടുന്നിൽ ദൈവസ്വരം കേട്ടറിഞ്ഞു. എളിമയോടവയെല്ലാം അനുസരിച്ചു. മുന്തിരി വീഞ്ഞിനെ തൻ രക്തമാക്കുന്ന ആത്മീയ സഹനത്തിൻ രഹസ്യമെന്ത്? നറും ഗോതമ്പപ്പത്തെ താനാക്കി മാറ്റുന്ന, നാറും ഗോതമ്പപ്പത്തെ താനാക്കി മാറ്റുന്ന കുരിശിലെ യാഗത്തിൻ അർത്ഥമെന്ത്? അതു നിനക്കേ അറിയൂ, നിനക്കു മാത്രമേ അറിയൂ. അതു നിനക്കേ അറിയൂ, നിനക്കു മാത്രമേ അറിയൂ. അതിൻ ബലമൊന്നു മാത്രമേ ജീവിതം, അതിൻ ബലമൊന്നു മാത്രമേ ജീവിതം. മുന്തിരി വീഞ്ഞിനെ തൻ രക്തമാക്കുന്ന ആത്മീയ സഹനത്തിൻ രഹസ്യമെന്ത്? 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 നമുക്ക് സഭയുടെ ആശീർവാദം സ്വീകരിക്കാം. മാർപ്പാപ്പായോടും മെത്രാന്മാരോടും മെത്രാപ്പൊലിത്താമാരോടും വൈദിക സമൂഹത്തോടും സന്യാസമൂഹങ്ങളോടും ചേർന്ന് ഇന്ന് ഈ ലോകത്തെ അടിമയുടെ സകല ദിവ്യങ്ങളുടെ യോഗ്യതകളോടെ നിങ്ങളെ ഹൃദയപൂർവ്വം ആശീർവദിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. മരിയൻ കൂടാരങ്ങളിരുന്ന് നമുക്ക് വേണ്ടി വിശ്വാസപൂർവ്വം പ്രാർത്ഥിക്കുന്ന
നമ്മുടെ എല്ലാ സഹോദരങ്ങളെയും നമുക്ക് പ്രത്യേകമായി ഓർക്കാം. അവരുടെ ആ പ്രാർത്ഥനാ കൂട്ടായ്മയും നമുക്ക് വന്നു ചേരാം. ഓരോ ദിവസം ഓരോ ജപമാലയെങ്കിലും ചൊല്ലി അവരുടെ ആ പ്രാർത്ഥനാ കൂട്ടായ്മയെ നമുക്ക് ശക്തിപ്പെടുത്തുകയും ചെയ്യാം. എല്ലാവർക്കും ഒരു നല്ല സുപ്രഭാതം സ്നേഹപൂർവ്വം ആശംസിക്കുന്നു.